ബാലൻസ് ഫുഡ് ഫോർ ഹൈറ്റ് ഗെയിൻ. നിങ്ങളുടെ കുട്ടികൾ ഉയരം വെക്കാനായിട്ട് ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്? നമുക്കറിയാം, പ്രധാനമായും 3 ഘടകങ്ങളാണ് ഹൈറ്റിനെ സ്വാധീനിക്കുന്നത്. ഒന്ന് ജനിതകപരമായിട്ടുള്ള ഘടകം, രണ്ടാമത് കുട്ടികൾ കഴിക്കുന്ന ന്യൂട്രീഷൻ ഫുഡ്, മൂന്നാമത്തത് ഹോർമോണൽ ഘടകങ്ങൾ. അപ്പോൾ ജനിതക ഘടകങ്ങളിൽ നമുക്ക് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. ഹോർമോണൽ ഘടകങ്ങളിലാണെങ്കിൽ നമ്മൾ വേഗത്തിൽ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടെത്തണം. എന്നാൽ ഫുഡ്, നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ന്യൂട്രീഷൻ ചെറുപ്പം മുതലേ നിയന്ത്രിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹൈറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 ഘടകങ്ങളാണ് പ്രോട്ടീനും അതോടൊപ്പം തന്നെ കാൽഷ്യം ഇൻടേക്കും. അപ്പോൾ പ്രോട്ടീൻ അഡ്വക്വേറ്റ് ആയിരിക്കണം, ആവശ്യത്തിന് പ്രോട്ടീൻ കഴിച്ചിരിക്കണം കുട്ടികൾ. അപ്പോൾ 20 മുതൽ 30% വരെ കുട്ടികളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 20% വരെ വരേണ്ടത് പ്രോട്ടീൻ തന്നെയാണ്. 1 gram per kilogram എന്നുള്ള തോതിൽ കുട്ടികൾ പ്രോട്ടീൻ എടുക്കണം. പ്രോട്ടീൻ റിച്ചായ ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ, അതുപോലെ മുട്ട, വെജിറ്റേറിയൻസിനാണെങ്കിൽ ഡാല്, അതുപോലെയുള്ള സാധനങ്ങൾ, പനീർ, ടോഫു, ആ രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ പ്രോട്ടീൻ ഇൻടേക്ക് അഡ്വക്കേറ്റ് ആയിട്ട് നിലനിൽക്കും. അതുപോലെ മൂലകങ്ങളിൽ സിങ്ക് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാൽഷ്യം, വൈറ്റമിൻ ഡി ഒക്കെ നമ്മൾ കൃത്യമായിട്ട് എടുക്കുക. സൂര്യപ്രകാശം വേണ്ടത്ര കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഘടകങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഹോർമോണൽ ഫാക്ടേഴ്സ് ഓക്കെ ആണെങ്കിൽ പരമാവധി ഹൈറ്റ് കിട്ടാനുള്ള സാധ്യത എപ്പോഴും കൂടുതലായിരിക്കും. എപ്പോഴും അണ്ടർ നറിഷ്ഡായ കുട്ടികൾ ഹൈറ്റും വെയിറ്റും ഒക്കെ കുറവായിരിക്കും. അപ്പം നറിഷ്മെൻറ്റ് വേണ്ട രീതി കൊടുക്കുക, ഒരിക്കലും ഓവർ നറിഷ്മെൻറ്റ്, ഒരുപാട് ഫുഡ് കൊടുക്കുക എന്നുള്ളതല്ല. അപ്പോൾ അത് പീഡിയാട്രിക് ഒബിസിറ്റി, അമിതഭാരത്തിലേക്ക് പോകും. അതൊഴിവാക്കിക്കൊണ്ട് ആവശ്യത്തിനുള്ള ഫുഡ് കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് മാക്സിമം ഹൈറ്റ് എത്തിക്കാനുള്ള ശ്രമമാണ് പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. താങ്ക് യു. Stay healthy. Follow for more.